ഹലോ വെൽക്കം ബാക്ക് ടു റിജിനസ് വേൾഡ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. കുറച്ച് നാളായിട്ടുണ്ട് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ചിക്കൻ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ നോക്കുക. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ആ കുഞ്ഞ് ബെല്ലിലേക്കും കൂടി എനേബിൾ ചെയ്ത് വെക്കണേ. എന്നാലുള്ളൂ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഞാനിവിടെ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. ഒരു വെറൈറ്റി ചിക്കൻ റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വലിയ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. ഇത് ചൂടായതിനു ശേഷം ഇതിലോട്ട് ഒരു ചെറിയ സ്പൂണ് ചെറിയ ജീരകവും പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയ പട്ട 5-6 ഗ്രാമ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. നന്നായിട്ട് മൂത്തതിന് ശേഷം 2 ഉള്ളി കട്ട് ചെയ്തെടുത്തതാണിത്. അത് ചേർത്ത് കൊടുക്കുക. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ 2 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്, അതും ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ എടുത്തിട്ടുള്ളത് വലിയ തക്കാളിയാണ്. അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 2 പച്ചമുളകും. ചെറുതാണ് തക്കാളി എന്നുണ്ടെങ്കിൽ 2 എണ്ണം ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ടിത് നന്നായിട്ട് വഴന്ന് കിട്ടണം. അതുവരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു വലിയ ടേബിൾ സ്പൂൺ മുളക് പൊടിയും പിന്നെ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊരു ചെറിയ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു വലിയ ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും. ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. മസാല മൂത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ചിക്കൻ ആഡ് ചെയ്യാം. 200 ഗ്രാം ചിക്കനാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കുക. കറിവേപ്പില കയ്യിലുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ഇതിലോട്ട് ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ്. അത് പരിപ്പാണ് കേട്ടോ. അപ്പോൾ അതും ഇതിലോട്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയതാണ്. അതും ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ചുടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. ചുടുവെള്ളമായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ 3 വിസിലിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കനും പരിപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നല്ല തിക്നെസ്സോട് കൂടിയിട്ടുള്ള നല്ല ചിക്കൻ ഗ്രേവിയാണ് കിട്ടിയിട്ടുള്ളത്. ഇത് ദോശയുടെ കൂടെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കുറച്ച് ചിക്കൻ ഉള്ള സമയത്തൊക്കെ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പ്രീവിയസ് വീഡിയോയ്ക്ക് ഒന്ന് കാണുക. അതുപോലെ തന്നെ പുതുതായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ. താങ്ക് യു.